ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ശ്രിൽ സാറിൻ്റെ ഒരു സ്റ്റോറി പ്രൂണർ ഹബിൻ്റെ ഒരു പ്രോഗ്രാമിലാണ്. 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് UAE വളരെ പ്രശസ്തമായ പെറ്റ് ഒയാസിസ് എന്ന പെറ്റ് ഒയാസിലെ വെറ്ററിനറി സർജനായ ഡോക്ടർ എലിസബത്ത് തോമസ് ആണ്. അവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് മാനസിക പ്രയാസങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ട്. നമ്മൾ പെറ്റ്സുമായി സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കുറക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട്. മാഡം അതിൽ പറയാൻ ഒരു ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരാളാണ്. മാഡത്തെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യണം. ഹലോ എവറിബഡി, ഞാൻ ഡോക്ടർ എലിസബത്ത്. ഡോക്ടർ സലാമിൻ്റെ കൂടെ ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നതാണ്. ഡോക്ടർ എന്നോട് ചോദിച്ച കാര്യം പെറ്റ്സ് നമ്മളെ മെൻ്റൽ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. യെസ്, വെരി മച്ച്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സ് ഗിവ് അസ് അൺകണ്ടീഷണൽ ലവ്. അപ്പം നമ്മളെല്ലാവരും ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് പല പ്രാവശ്യവും സ്ട്രെസ്ഡ് ആകുന്നത്, ആങ്ഷ്യസ് ആകുന്നത്. സ്നേഹം കിട്ടിക്കഴിയുമ്പം ഈ കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. അപ്പം നമ്മുടെ കൂടെ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് അസ് എ ലോട്ട്. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? അപ്പം നമ്മളിങ്ങനെ ഒരു സാഡ് ഫീലിങ്, സ്ട്രെസ്ഡ് ഔട്ട്, ആങ്ഷ്യസ് ആയിട്ട് വെളിയിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ വർക്കിൽ നിന്ന് വരുമ്പം ഈ പെറ്റ് നമ്മുടെ ചുറ്റും ഇങ്ങനെ വരും, നമ്മളെ ഗ്രീറ്റ് ചെയ്യും, നമ്മളെ ലിക്ക് ചെയ്യും. സോ യു ഫീൽ വെരി വെൽക്കംഡ് ആൻഡ് വാണ്ടഡ്. സോ ഇറ്റ് ബ്രിങ്സ് യുവർ സ്ട്രെസ് ഹോർമോൺസ് ഡൗൺ. പിന്നെ നമ്മളിപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം ഇവർ വന്ന് നമ്മളെ സ്പതിക്കുന്ന നമ്മുടെ കാലിലൊക്കെ ഒന്ന് ലിക്ക് ചെയ്യും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ തെറാപ്പി. പിന്നെ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ഡു ഈസ്, ഇവർ നമ്മുടെ അടുത്തിരിക്കുമ്പം വി റൺ അവർ ഫിംഗേഴ്സ് ത്രൂ ദർ ഫർ. അവരെ ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവർ പെറ്റ് ഈസ് എൻജോയിങ് ഇറ്റ് എന്ന്. പക്ഷേ ആക്ച്വലി ആ സമയത്ത് we are getting relaxed. So having a pet is an amazing thing. If you at any time feel that okay, you are stressed and you love pets, go ahead and have one. It will help you a lot. Thank you മാഡം പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. താങ്ക് യു.